മനസ്സിലായില്ലല്ലോ. ഞങ്ങൾ മുരളിയുടെ ഫ്രണ്ട്സാ. ഇന്നലെ രാത്രി ഇവിടെയായിരുന്നോ? അതെ, ഞങ്ങൾ ഇനിയും കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും. എന്താ അങ്ങനെ? അത് ഞങ്ങൾ ആദ്യം വേറെ ലോഡ്ജിലാണ് താമസിച്ചത്. പക്ഷെ അവിടെ ഭയങ്കര സ്ട്രിക്റ്റാ, ഒരു സുഖവുമില്ല. ഇവിടെ ആണെങ്കിൽ നല്ല കാമൻ ക്വയറ്റ്. അതുകൊണ്ട് മുരളിയുടെ കൂടെ കൂടാന്ന് വെച്ചു. ഇവിടെ കൂടാമെന്നോ? അയാളെ തന്നെ ഇവിടെ നിലയ്ക്ക് വിടാൻ പോവുകയാണ്. അതിനിടയിൽ നിങ്ങളും കൂടെ വന്ന് താമസിക്കാമെന്നോ? അതെ. ആരോട് ചോദിച്ചിട്ടാണ് നിങ്ങൾ ഇവിടെ താമസിച്ചത്? മുരളിയോട്. അയാളാരാ എന്റെ ലോഡ്ജിൽ എന്റെ അനുബന്ധമില്ലാതെ വേറെ ആളുകളെ കയറി താമസിപ്പിക്കാൻ? മുരളിയല്ലേ മുറി വാടകയ്ക്ക് എടുത്തിട്ടുള്ളത്. അയാൾക്ക് ഇഷ്ടമുള്ള അയാളോട് താമസിച്ച സ്വാമിക്ക് എന്താ? മുരളി ഉണ്ടോ? ഇയാൾക്ക് ഇതെന്തോ அப்படி விடக்கூடாது. ஏதோ ஐடியா போட்டுத்தான் இவங்களை கொண்டு வந்திருக்காங்க. മുരളി, എന്ത് അനാവശ്യമാണ് ഈ കാണിക്കുന്നത്? ഇത് അനാവശ്യമല്ല സ്വാമി, എക്സർസൈസ് ആണ്. ഇതല്ല, ആരോട് ചോദിച്ചിട്ടാണ് ഇതിനകത്തെ വേറെ രണ്ടുപേരെ കൂടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചത്? അത് അവരെന്റെ ഫ്രണ്ട്സ് ആണ് സ്വാമി. നിനക്ക് വേറെയും ഫ്രണ്ട്സ് ഉണ്ടാകുമല്ലോ, അവരെയും എല്ലാം ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കുമോ? അയ്യോ, 3 പേരെക്കുള്ളിൽ ഇതിനകത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് സ്വാമി. കിണ്ടൽ പண்றியா? നിന്നോട് തന്നെ ഒഴിഞ്ഞു തരാൻ പറഞ്ഞിട്ട് നാളെത്രയായി? ഓഹോ, നിനക്കൊരു ബലത്തിന് വേണ്ടിയിട്ടായിരിക്കും വേറെ രണ്ടുപേരെ കൂടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നത്. അതെല്ലാം ഒന്നും എങ്കിൽ നടക്കാതെ എല്ലാം ഉടനെ ഇറങ്ങിത്തരണം. ഞാനെന്തിനാ ഇറങ്ങിത്തരുന്നത്? എന്താണ് എന്റെ പേരിലുള്ള കുറ്റം? സ്വാമി പറഞ്ഞ അഡ്വാൻസ് തന്നിട്ടില്ലേ? മാസാമാസം കൃത്യമായിട്ട് വാടക തരുന്നില്ലേ? വേണ്ടടോ, എനിക്ക് തന്നെ വാടക. 2 കൊല്ലം മുമ്പുള്ള വാടകയല്ലേ? ആഹാ, വാടക കൂട്ടിത്തരാനാണെങ്കിൽ അത് പറഞ്ഞാ പോരെ സ്വാമി? വാടകയും കിടകയും ഒന്നും വേണ്ട. എപ്പോ ആവശ്യപ്പെട്ടാലും ഒഴിഞ്ഞു തരാമെന്ന് പറഞ്ഞല്ലേ താൻ ഇതിനകത്ത് വന്ന് കയറിയത്. എന്നിട്ടിപ്പോൾ നിയമം പറയുന്നോ? എനിക്ക് വളരെ പൊളിച്ചു പണിയാനുള്ളതാ. പൊളിച്ച് പണിതോ? അപ്പൊ ഇറങ്ങി തന്നാ പോരെ? പിന്നെ പണിത് കഴിയുമ്പോ ഒരു മുറി എനിക്ക് തരണം. മുറി മാത്രം മതിയോ? ഒരു AC കൂടെ വേണ്ടേ? ഓ, AC-ക്കൊക്കെ ഇപ്പോ വലിയ വിലയാവൂല്ലേ സ്വാമി? ഈ പഴയ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ തന്നെ ഞാൻ ഭഗീരഥ പ്രയത്നം ചെയ്യുന്നു. പിന്നെ പുതിയ വീടും കൂടെ ആയാൽ ഭേഷായി. ഉടനെ കൂട്ടുകാരെയും വിളിച്ചുകൊണ്ട് ഇറങ്ങണം. സ്വാമി അധികം ഒന്നും സംസാരിക്കണ്ട. ഞാൻ കൃത്യമായിട്ട് വാടക തരുന്നുണ്ടെങ്കിൽ എനിക്കിഷ്ടമുള്ളവർ എന്റെ കൂടെ താമസിക്കും. ആരിച്ച കാര്യങ്ങളൊന്നും അന്വേഷിക്കാതെ സ്വാമി ഇറങ്ങി പോകാൻ നോക്ക്. അത്രയ്ക്കായോ? തന്നെ ഇറക്കി വിടാൻ പറ്റുമോ ഞാനൊന്ന് നോക്കട്ടെ. ഓ, ഇവിടെ എന്താ ചോദിക്കാനും പറയാനും ആളില്ലാന്ന് വിചാരിച്ചോ? ശ്രീകരം ഞാനൊന്നു കൃഷ്ണൻ. ഞാനാ. വരണം. ഹലോ. അല്ല സാറേ, ഞങ്ങൾ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് നേരം കുറെ ആയി. ഞാൻ മെഡിക്കൽ റെപ്രസെന്റേറ്റീവാ. എന്നാലേ ഞങ്ങളും മെഡിക്കൽ പേഷ്യൻസാ. സാറിന് കച്ചവടത്തിനല്ലേ? രോഗം മാറിയിട്ട് മതി കച്ചവടം. ഏത് ഹോസ്പിറ്റലിൽ ചെന്നാലും കാണാൻ പറ്റുമോ? അകത്തേക്ക് കയറിയാ പുറത്തേക്ക് ഇറങ്ങാൻ 1 മണിക്കൂർ എടുക്കും. രാവിലെ ഇറങ്ങും ബാഗും തൂക്കി വരണം. ബാലൻ ഞാനാ വരൂ. എക്സ്ക്യൂസ് മീ ഡോക്ടർ. തന്നോട് മലയാളത്തിലാ പറഞ്ഞ പുറത്തേക്കാൻ. ഉടനെ വിളിക്കാം. എന്നാ സ്വാമിയാണെന്ന് കണി കണ്ടത്. മുരളി സാർ ഡോക്ടറെ കണ്ടില്ലേ? അതിന് എനിക്ക് അസുഖമൊന്നുമില്ലല്ലോ. പുതിയ സാമ്പിളൊന്നും ഇല്ലേ? പഴയ സാമ്പിൾ പറഞ്ഞ ഡോക്ടറെ മുറിയിൽ ഇരിപ്പുണ്ട്. ഒരു 10-65 വയസ്സ് വരും. ചെന്ന് പറ്റുമെന്ന് നോക്ക്. ഈ പ്രേമവും ജോലിയും കൂടെ ഒന്നിച്ചു കൊണ്ടുപോകാൻ ഞാൻ പെടുന്നൊരു പാട്. കടവുളെ, ഞാൻ പേടിച്ചു പോയി. എവിടെയായിരുന്നു? ഒന്നും പറയണ്ട, ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി കാത്തിരുന്നതാ. ഗായത്രി, ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയാണ്. ഇത് രണ്ടും കൂടി നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരിയാ, എനിക്ക് പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റും ഇല്ല. അയ്യോ, പഠിക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. പിന്നെന്താ ഇപ്പൊ പറഞ്ഞത്? അയ്യടാ, രണ്ടും കൂടി നടക്കില്ല എന്ന് പറഞ്ഞത് എന്റെ കാര്യമാ. പ്രേമവും ജോലിയും രണ്ടും 2 ധ്രുവങ്ങളാ. അതൊക്കെ മനസ്സിലാക്കണമെങ്കിലേ അല്പം കോമൺ സെൻസ് വേണം. അതെങ്ങനെ? തലക്കകത്ത് മുഴുവൻ ഇഡലിയും സാമ്പാറും അല്ലേ? എനിക്ക് വേഗം പോണം.
ഞാൻ ടേപ്പ് ചെയ്തോണ്ടിരുന്നപ്പോ മാമി വന്നു. ആഹാ. ഓഫ് ചെയ്യാൻ പറ്റിയില്ല. എന്നേക്കാൾ കൂടുതൽ മാമി പറഞ്ഞത് ഇതിലുള്ളത്. മാമിയുടെ ഡയലോഗ് കേൾക്കാനാണെങ്കിൽ എനിക്ക് കടയിൽ വന്നിരിക്കുമ്പോ കേട്ടാ പോരെ? എനിക്ക് ബസ് വരാൻ സമയം, ഞാൻ പോട്ടെ. ആ പൂവാലിന്റെ ശല്യം ഇപ്പോഴും ഉണ്ടോ? ശോ, ഒന്നും പറയണ്ട, വലിയ ശല്യ, ദിവസമുണ്ട്. ഒരു ദിവസം ഞാനും വരാം, അന്നത്തോടെ അവസാനിപ്പിച്ചേക്കാം പോരെ? എടാ, കാണാൻ കൗതുകമുള്ള നല്ല സ്ഥലമാണ് ഇവിടെ. വെറുതെ എല്ലാം മുരളി ഇവിടുന്ന് പോകാത്തത്. மாமி, நான் நினைக்கிறேன் முரளி சார் അവിടെ താമസിക്കുന്നത്. விழிக்கிற மொழியை பாரு, ஆந்த மாதிரி இருக்கு. മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ വന്നിരിക്കുക. நீ பேசாம வா, நான் கவனிச்சுக்கிறேன். എടാ അത് താമിയുടെ ഫാമിലിയാണെന്ന് തോന്നുന്നു. അത് നിനക്കെങ്ങനെ അറിയാം? കൂടെ വരുന്ന നായരല്ലേ, കണ്ടറിഞ്ഞു. അയ്യോ, അത് ഞാൻ ശ്രദ്ധിച്ചില്ല. എങ്ങനെ ശ്രദ്ധിക്കാനാ? നീ പെണ്ണുങ്ങളെ ഭാവനല്ലേ നോക്കൂ. പിന്നെ മാഷില്ലേ? ആ ഉണ്ട്. സ്വാമി ഇരിക്കും, ഞാൻ വിളിക്കാം. சாமி ஒரு அப்பாவியாச்சே. யாருக்கு வேணுனாலும் எப்ப வேணுனாலும் எது வேணுனாலும் பண்ணிக்கலாமே. அப்படி விடக்கூடாது. എന്താ സ്വാമി പതിവില്ലാതെ? അല്ല, മാഷിനെ ഇന്ന് കടയിലോട്ടൊന്നും കണ്ടില്ല. അതെ, രാവിലെ എഴുന്നേറ്റപ്പോ മുതൽ കൈക്കും കാലിനും ഒക്കെ ഭയങ്കര വേദന. ഇന്ന് പുറത്തോട്ട് ഇറങ്ങിയില്ല. രാവിലെ മുതൽ ഞാൻ മാഷെ അന്വേഷിക്കുന്നതാ. ആ മുരളി ഉണ്ടല്ലോ, അവൻ വേറെ 2 കൂട്ടുകാരെ കൂടെ മുറിയിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുക. ചോദിക്കാൻ ചെന്നപ്പോൾ അവൻ എന്നോട് പറയുക, കൃത്യസമയത്ത് തന്നെ വാടക വരുന്നുണ്ടല്ലോ, ബാക്കി പാലിച്ച കാര്യങ്ങളൊന്നും സ്വാമി നോക്കണ്ടാണ്. ഒരു ശനിയനെ ഒഴിപ്പിക്കാൻ തന്നെ നമ്മൾ പെടാതെ പാടുപെടുമ്പോൾ ഇതാ വേറെ 2 ശനിയനെ കൂടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നു. ഇവങ്ങളെയെല്ലാം ഞാൻ എന്നാ പண்றது? ആ മുരളിയുടെ കയ്യിൽ നിന്ന് ഒരു വാളയറ്റിട്ട് എഴുതി മേടിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ വല്ല പ്രശ്നം ഉണ്ടാകുമായിരുന്നോ? ഇനിയിപ്പോ നല്ല വാക്ക് പറഞ്ഞ് ഒഴിപ്പിക്കുന്നതാണ് ബുദ്ധി. ഞാൻ സംസാരിക്കാൻ ചെന്നാൽ അവന് യാതൊരു വിലയുമില്ല. അവൻ മുതലോളിയും ഞാൻ വാടകക്കാരനുമാണെന്നാണ് അവന്റെ ഭാവം. എന്നാൽ സ്വാമി ഇനി അവനോടൊന്നും സംസാരിക്കണ്ട, അവനോട് ഞാനൊന്ന് സംസാരിച്ചു നോക്കാം. അതാ നല്ലത്. ഇന്ന് തന്നെ മാഷ് അവനെ പോയി ഒന്ന് കാണണം. കുറച്ച് ധന്യന്തരം കുഴമ്പ് മേടിച്ച് തേച്ചു കുളിച്ചാൽ കയ്യിന്റെയും കാലിന്റെയും വേദനയൊക്കെ ഒന്ന് മാറി കിട്ടിയാനെ. സ്വാമിയുടെ കാശ് വലിയ ഇരിപ്പുണ്ടോ? ഒരു 10-20 രൂപ മതിയോ? ഉള്ളത് മതി. ഉണ്ടോ? ഉള്ളൂ. ഒരവൺസെങ്കിൽ ഒരവൺസ് വാങ്ങിച്ച് കഴിക്കാമല്ലോ. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ. അപ്പോ മാഷ് ഇന്ന് തന്നെ അവനെ വിളിച്ച് സ്ട്രോങ് ആയിട്ടൊന്ന് സംസാരിക്കണം. ഭാവി പോണം. ധൈര്യമായിട്ട് പൊയ്ക്കോളൂ, ധൈര്യമായിട്ട് പൊയ്ക്കോന്ന്. ആയുർവേദമാകുമ്പോ വേദന മാറാൻ കുറച്ച് സമയം പിടിക്കും. ചാരായമാകുമ്പോ അങ്ങ് കയറിക്കോളും. പ്രവാസുവേ, പ്രവാസു, നീ ചാരായ ഷാപ്പിൽ പോയിട്ടേ 200 മില്ലി ചാരായവും 2 മുട്ടയും കുറച്ച് കുരുമുളകിന്റെ പൊടി കൂടി വാങ്ങിച്ചോ. എന്താ നല്ലത്? എന്ത് മുടി? ഫാഷൻ. എന്ത് ഫാഷൻ? എടാ പോയി മുടി പിടിച്ചിട്ട് വാ. പിന്നെ ആര്? സൈക്കിൾ ജാക്സൺ. പറഞ്ഞ വാടക കൃത്യമായിട്ട് എല്ലാ മാസവും 1-ാം തീയതി സ്വാമിയുടെ മേശപ്പുറത്തുണ്ടാവും. ഐശ്വര്യമായിട്ട് എല്ലാ 1-ാം തീയതിയും കൈനീട്ടം എന്റെ രൂപയാ. എന്റെ ഫ്രണ്ട്സിനെ അവിടെ താമസിപ്പിക്കാൻ പാടില്ല എന്ന് പറയാനുള്ള അധികാരമൊന്നും സ്വാമിക്കില്ല. പൊളിച്ചു പണിയാൻ പോകുന്നു എന്നൊക്കെ പറയുന്ന സ്വാമിയുടെ വെറും നമ്പരാ. പിന്നെ ഞങ്ങളെ അവിടുന്ന് മാറ്റി താമസിപ്പിച്ചിട്ട് വേറെ ആർക്കെങ്കിലും കൂടുതൽ വാടക കൊടുക്കാനുള്ള ഒരു അടവാ. അതൊന്നുമല്ല, പൊളിച്ചു പണിയാനുള്ള പ്ലാനൊക്കെ മുനിസിപ്പാലിറ്റിക്ക് കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം വളരെ സത്യമാ. മാഷ് 2 വിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. നിങ്ങളോടൊക്കെ സംസാരിക്കണമെങ്കിൽ 2 വിടാണ്ട് പറ്റുമോ? കൂട്ടത്തിലൊരു വക്കീലുണ്ടെന്ന് പറയുന്നത് കേട്ടല്ലോ, ആരാണാവോ? ഞാനാ? എന്താ? അല്ല, ചോദിക്കുന്നേ ഉള്ളൂ. പോലീസല്ലേ? അല്ല, എന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, അപ്പോഴല്ലേ എല്ലാം തികയുള്ളൂ. നിങ്ങൾ സ്വാമിയെ മനഃപൂർവ്വം ബുദ്ധിമുട്ടിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയല്ലേ? അങ്ങനെയുള്ള നിർദ്ദേശങ്ങളൊന്നും ഞങ്ങൾക്കില്ല. സ്വാമി എന്തെങ്കിലും ബഹളം വെച്ച് ഞങ്ങൾക്ക് അസൗകര്യങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ മുനിസിപ്പൽ റെന്റ് ആക്ട് അനുസരിച്ച് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. വെറും 48 രൂപ ടാക്സ് കൊടുക്കുന്ന ആ ബിൽഡിങ്ങിന് വാടക ഇനത്തിൽ മുരളിയുടെ കയ്യിൽ നിന്ന് എത്ര രൂപ സ്വാമി വാങ്ങിക്കുന്നത് അറിയാമോ? ഐ ആം എൻ അഡ്വക്കേറ്റ്. മറ്റുള്ളവർ സംസാരിക്കുന്ന രീതിയിൽ എന്നോട് സംസാരിക്കരുത്. ഒരാളെ കൊന്നിട്ട് വന്നാൽ പോലും കൊന്നിട്ടില്ല എന്ന് തെളിയിക്കുന്നവരാണ് വക്കീലന്മാർ. വക്കീൽമാർക്ക് മാത്രം വീട് വാടകയ്ക്ക് കൊടുക്കരുതെന്ന് പറയുന്നതിന്റെ കാര്യം ഇതാ. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, സ്വാമി ഒരു പാവ. പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ ലോഡ്ജ് ഒഴിഞ്ഞു കൊടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം. അത് മാത്രം മാഷ് പറയണ്ട. ദാറ്റ് ഇസ് ഇംപോസിബിൾ. ഓക്കെ ഓക്കെ, ആയിക്കോട്ടെ. ഇല്ലാത്ത നിയമമൊക്കെ പറഞ്ഞ് നീ അയാളെ വിരട്ടി കളഞ്ഞു. പാവം. മുനിസിപ്പൽ റെന്റ് ആക്ട്. വക്കീലാണെന്ന് പറഞ്ഞ് വല്ല മണ്ടത്തരമൊക്കെ അടിക്കുന്നത് സൂക്ഷിച്ചു വേണം. എടാ, ഞാൻ പോലീസാണെന്ന് ചോദിച്ചപ്പോ നീ അല്ലാന്ന് പറഞ്ഞെന്തിനാ? ആണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ സ്വാമി ഒന്ന് വിരട്ടാമായിരുന്നു. അങ്ങനെ ചില നമ്പർ ഇട്ടില്ലെങ്കിൽ ആ മാഷ് നമ്മളെ വരട്ടിയല്ലേ. അതെ, എടാ സ്വാമിയുടെ ഇളയ മകള് കൊള്ളാമല്ലോ.
വീഴോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്റെ അഭ്യാസം ഒന്നും ഇവിടെ എടുക്കരുത്. ഇല്ല, ഇവിടെ വെച്ചെടുക്കുന്നില്ല, പുറത്ത് വെച്ചാകാമല്ലോ. ലക്ഷണം കണ്ടിട്ട് ഇവനെന്തോ ലൈൻ ഉണ്ടെന്ന് തോന്നുന്നു. പോടാ, ഞാനിവിടെ വളരെ ഡീസന്റാ. വേണമെങ്കിൽ പ്രദേശത്തുള്ളവരോടൊന്ന് അന്വേഷിച്ചു നോക്ക്. ആ, അതൊക്കെ പോട്ടെ. സ്വാമിയുടെ മൂത്ത മകളോ? ഒരു പൂണൂലും കൂടെ ഇട്ട സാമിയെ പോലെ തന്നെ ഇരിക്കും. നീ നിന്റെ പാട് നോക്കടാ. ഞാൻ ഇവ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല. ഇവിടെയൊക്കെ നല്ല കുളിസിനുണ്ടാവും ചിലപ്പോ. ഒരു ബൈനാക്കുള്ളിൽ കിട്ടിയിരുന്നെങ്കിൽ. ഒന്നാക്കുന്നത് രണ്ടായിക്കോട്ടെ. നമ്മുടെ സ്വാമിയുടെ മോളല്ലേ നിൽക്കുന്നത്? അതെ. കുറച്ച് കഴിഞ്ഞ് വന്നിരുന്നെങ്കിൽ കുളി കാണാമായിരുന്നു. ഇനിയിപ്പോ വെള്ളത്തിൽ ഇറങ്ങില്ല. നീ ഇവിടെ നിൽക്കേ, ഞാൻ പോയി മുട്ടിട്ട് വരാം. പിന്നെ നിനക്ക് നീന്താനൊക്കെ അറിയാമല്ലോ. സാധാരണ ഇവിടെ അടികൊണ്ട് വീഴുന്നവര് അങ്ങ് കടലിലാ പൊങ്ങുന്നത്. നല്ല തണുപ്പ്. അല്ല, എന്നും ഇവിടാണോ കുളിക്കുന്നത്? ഇങ്ങനെ ഓപ്പണായിട്ട് നിന്ന് കുളിച്ചാലേ ആരെങ്കിലും കാണും. കുട്ടി ഇറങ്ങി കുളിച്ചോളൂ, ആരും വരാതെ ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ ശല്യം ചെയ്യാതെ പോകുന്നുണ്ടോ? എനിക്ക് കുളിക്കണം. അയ്യോ, കുളിച്ചോ കുളിച്ചോ, ഞാൻ പോയേക്കാം. കുട്ടിയോട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. കുട്ടിയെ കണ്ടത് മുതൽ എനിക്കൊരാഗ്രഹം. കുട്ടി എന്നും എന്റേതായിരിക്കണം. ഈ പെരിയാറിന്റെ തീരത്തുകൂടി കൈകോർത്ത് പിടിച്ച് നടക്കാനും ഒരുമിച്ചിവിടെ മുങ്ങിക്കുളിക്കാനും എന്റെ മനസ്സ് വമ്പുകയാണ്. കുട്ടിയില്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാനാവില്ല. അയ്യോ, പോവാണോ? കുളിക്കുന്നില്ലേ? എന്താണ് ആ പെണ്ണ് കരഞ്ഞോണ്ട് പോയത്? ഏയ്, ഞാനൊന്നും പറഞ്ഞില്ല. അല്ല, സാധാരണ പെണ്ണുങ്ങൾക്ക് പറയാറുള്ളത് പോലെ നീ ഇല്ലാത്ത ജീവിതത്തെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ എന്ന് വല്ലതും വെച്ച് കാച്ചിയോ? ആ കുട്ടി എങ്ങാനും ചെന്ന് സ്വാമിയോട് പറഞ്ഞാൽ സംഭവം ആകെ നാറും. ഏയ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വീട്ടിൽ ചെന്ന് പറയത്തില്ല. ഒന്നാമത് നമ്മളെ അവിടെ നിന്ന് എങ്ങനെ അടിച്ചിറക്കണം സ്വാമി ആലോചിച്ചോണ്ടിരിക്കുക. ഇതും കൂടി അറിഞ്ഞാൽ തീർന്നു. അപ്പൊ പിന്നെ എന്താ ചെയ്യുന്നത്? എന്ത് ചെയ്യണമെന്നോ? തൽക്കാലം മുങ്ങി കുളിക്കാം. கட்டையில போறவன் அவன் பேர் என்ன? பொம்பளை பசங்க கிட்ட கலாட்டா பண்றானா? யாரா அவன்? உன்னால முடியலன்னு சொல்லு, நான் போய் கேக்குறேன். ஏக்கா, நான் போய் கேட்டு ஏதாவது தகராறு வந்தா வெக்கக்கேடு நமக்கு தானே. அதனால தான் நான் பேசாம இருக்கேன். அந்த முரளி மட்டும் இருந்தப்போ எந்த பிரச்சனையும் இல்லை. அவன் ஃப்ரெண்ட்ஸுக்கு இடம் கொடுத்ததே ரொம்ப தப்பா போச்சு. அப்பா, என்ன வந்தாலும் சரி, அவங்க 2 பேரையும் உடனே வெளியே அனுப்பித்தான் ஆகணும். காயத்ரி, எனக்கு எல்லாம் தெரியும். ஆனா நான் என்ன பண்றது? அந்த சோம்பேறி பசங்கிட்ட பேச போனா எம் மானந்தான் போயிடும். அதனால தான் பேசாம இருக்கேன். நமக்கு ஹெல்ப் பண்றதுக்கு யார் இருக்கா? ஏண்டா, அந்த போக்கிரி பசங்க பண்றத பார்த்துட்டு பேசாம இருக்க சொல்றியா? பொம்பளை பசங்க வெளியில இறங்கி நடக்க வேண்டாம், உடனே இதுக்கு ஏதாவது ஒண்ணு பண்ணிதான் ஆகணும். திரும்பேண்டி, பொம்பளை பசங்களை வெளியில இறங்கி நடக்க விட மாட்டானா? அறிவு விட்டவனுங்க.